DCA കോഴ്സിന്റെ 7ാമത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇതിന്റെ മുമ്പ് നിങ്ങൾക്ക് DCAയിൽ ജസ്റ്റ് പവർ പോയിന്റിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പവർ പോയിന്റിന്റെ ക്ലാസ്സിൽ നിങ്ങൾ സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ വക കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ എക്സൽ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ എക്സൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ എക്സൽ അടിച്ചു കഴിഞ്ഞാൽ എക്സൽ എന്ന് വരും. അതുപോലെ തന്നെ അല്ല, ഇങ്ങനെ ജസ്റ്റ് ഓൾ ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേർഡ് പവർ പോയിന്റ് ഒക്കെ എടുക്കാൻ നോക്കിയത് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2013 ഇതിൽ എക്സൽ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് എക്സൽ ഓൺ ആയി വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഇതിലും നമ്മുടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ആദ്യം ചെയ്ത് പഠിക്കേണ്ടത്. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കള്ളികളായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സൽ ഷീറ്റിൽ. ഇതാണ് ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷീറ്റിനെയാണ് എക്സൽ എന്ന് പറയുന്നത്. ഇങ്ങനെ എ എന്നുള്ളത് എത്ര ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പേഴ്സും അതുപോലെ നമുക്ക് 20,000 വരെയൊക്കെ നമുക്ക് ഡാറ്റാസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കട്ട്, കോപ്പി, പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബോൾഡ്, ഇറ്റാലിക്, ഫോണ്ട് സ്റ്റൈൽ മാറ്റുന്നത്, കളർ ചേഞ്ച് ചെയ്യുന്നത്, ഫോണ്ട് അലൈൻമെന്റ് ചെയ്യുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വേർഡിലും പവർ പോയിന്റിലും പഠിച്ച അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ശരിക്കും ഈ എക്സൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വേണ്ട ഒരു ഷീറ്റ്, ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേർഡിലേക്ക് വേണ്ട ഒരു ഐറ്റംസിന്റെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പല ഇതിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിലിപ്പോ ഇങ്ങനെ വരുന്ന ഈ എ ബി സി ഡി എന്ന് കാണിക്കുന്ന ഇതിനെയാണ് കോളംസ് എന്ന് പറയുക. താഴേക്ക് 1 2 3 4 ഇങ്ങനെ കാണിക്കുന്നതിന് റോസ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു ക്ലാസ് എടുക്കാൻ. നിങ്ങൾ ഇപ്പൊ നമ്മളൊരു വേർഡിൽ നമ്മളൊരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഇതിനകത്തും ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ പേരും ഡേറ്റും വയസ്സും അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ആദ്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സീരിയൽ നമ്പർ നിലവിൽ വരണം. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റത്തേല് SN എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത ടാബ് അടിച്ചു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ടാബിലേക്ക് ചെന്നു. അപ്പൊ നമ്മൾ അവിടെ നെയിം എന്നുള്ളത് അടിച്ചു. പിന്നെ നമ്മൾ അവരുടെ ഏജ് അടിക്കുക, നമ്പർ അടിക്കുക, പിന്നെ പ്ലേസ്, ഇത്തരം കാര്യങ്ങൾ അടിക്കുക. ഓക്കെ, ഇത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേബിൾ ആകുമ്പോൾ നമുക്ക് എല്ലാം ഇതിന്റെ ഒരു സെന്ററിൽ അലൈൻ ചെയ്യാതാണ് ഒരു ഭംഗി ഉണ്ടാകുക. അപ്പൊ നമ്മൾ ഇതിന് ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെന്റർ അലൈൻ ചെയ്തു. അപ്പൊ സെന്ററിൽ ചെയ്തു. പിന്നെ നമ്മൾ ബോൾഡ് ആക്കി അതിന്റെ ജസ്റ്റ് അതിന്റെ സൈസ് ഒന്ന് കൂട്ടി. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ മൊത്തത്തില് ഇത് അത്രയും മാറി. ഇപ്പോ കണ്ടില്ലേ, ഇതൊക്കെ ജസ്റ്റ് ഉള്ളിൽ പോയിട്ടുണ്ട്, കാണുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനൊരു ഓപ്ഷൻ നമ്മളുണ്ട്. ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എത്രയും ഉള്ളതിലേക്ക് ഇത് വരും. പിന്നെ അതല്ലാതെ ഇപ്പൊ നൈമൊക്കെ ശരിക്ക് എല്ലാത്തിലും കുറച്ച് വലിയതായിട്ട് വരേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിവിടെ ഇങ്ങനെ പിടിച്ച് നീക്കി കഴിഞ്ഞാൽ നൈം എന്നുള്ള ഇത് മാത്രം നമുക്ക് കുറച്ച് വലുതാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുറച്ച് വലുതാക്കി, അതുപോലെ തന്നെ ഇവിടെ വെച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാക്കും. പ്ലേസ് എന്നുള്ളത് അതും വലുതാക്കി. ഓക്കെ, കണ്ടില്ലേ, ഇപ്പൊ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ആണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഡൗൺലോഡ് ഇത് കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്
ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു സീരിയൽ നമ്പർ ഇടാണ് എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ 1 2 2 3 ഇതിങ്ങനെ ഓരോന്നും ടൈപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ 3 അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 അക്കം വരെ അല്ലെങ്കിൽ 20 അക്കം വരെ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് ഒരു ഓട്ടോമാറ്റിക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ, ഇവിടെ ഒരു ചെറിയൊരു ആരോ കണ്ടില്ലേ, അതിന്മേൽ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വെച്ച് 25 വരെ കഴിഞ്ഞാൽ കേട്ടാ 24 വരെയുള്ളതാണ്. അപ്പോൾ 1 2 3 4 അത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 ഇട്ടിട്ട് 1 അടിച്ചു, അല്ലെങ്കിൽ അവിടെ എന്ന് ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഇതിനെ ഇതുപോലെ വലിക്കുകയാണെങ്കിൽ ആ എന്നുള്ളതാണ് എല്ലാത്തിലും വരിക. അത് കമ്പ്യൂട്ടറിന് അറിയണത് എന്ന് മാത്രം ചെയ്യാനാണ്. മറ്റേ ഫ്രീക്വന്റ് ആയിട്ടുള്ള 1 2 3 ഇട്ടതുകൊണ്ടാണ്. ഇപ്പൊ നേരെ മറിച്ച് നിങ്ങൾ അത് എ ബി സി എന്നിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബി സി ഇനിയാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് വലിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതാണ് വരിക, എ ബി സി എന്നുള്ളത്. എ ബി സി എന്നുള്ള ആ ഒരു ഇത് മാറി മാറിയാണ്. ഓക്കെ, മനസ്സിലായി? ഇപ്പം മറ്റേത് നമ്പർ ആയിരുന്നു, ഇപ്പൊ നമ്മൾ ഇത് എ ബി സി എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് വന്നത്. അപ്പൊ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നതാണ്. അങ്ങനെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. നൈം എന്നുള്ളതിൽ ഞാനിപ്പോ ഞാൻ എൻ്റെ വീട്ടിലത്തെ ഒരു ഇവരുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ഇതൊരു സീരിയൽ നമ്പർ എപ്പോഴും ഒരു സെന്ററിൽ കിടക്കുമ്പോഴാണ് ഇത് ഭംഗി ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ബോൾഡ് ആക്കിയിട്ട് അതിനൊന്ന് സെന്ററിലാക്കി. ഓക്കെ, ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്യും. 1 2 3 അല്ലേ. ഇപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. സിറാജുദ്ദീൻ, ഏജ് 33, നമ്പർ കാളികാവ്. ഓക്കെ, ഇനിയിപ്പോ ആണ് എന്റെ വൈഫിന്റെ പേര് ഷഹനാസ്. 24 നമ്പർ 96 അവള് നീലാഞ്ചേരിയാണ്. അപ്പോൾ നീലാഞ്ചേരി. ഓക്കെ, ഇനിയാണെങ്കിൽ വീട്ടിലത്തെ മറ്റംഗങ്ങൾ ഷിബിൽ, ടാബ് അടിക്കുക 22, നമ്പർ 92 18 45 72 വാരി. അതുപോലെ തന്നെ സാജിദ് 27 95 44 48 22 17 അതിന്റെ ചാഴിയോട് പിന്നെ സമീർ 36 94 00 809 704 കാളികാവ്.
സുഹൈല. സുഹൈല 27 കൊടുക്കുന്നുണ്ടാവും. നമ്പർ കറക്റ്റായിട്ട് അറിയില്ല. കളികാവുന്ന കൊടുക്കാം. അവിടെ അടിക്കുമ്പോൾ തന്നെ വരും. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഓരോന്നും നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഒരു കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. സുഹൈല, അനീഷ 22 മുമ്പാട്ടുമൂലാണ്. തൊണ്ണൂറ് 47 92 85 98 46 ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പൊ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടേബിളിൽ വരുത്തേണ്ട കുറെ മാറ്റങ്ങളും കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ ഈ ടേബിള് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇതൊരു പ്രിന്റ് അടിക്കുകയാണെങ്കിൽ ഈ കാണുന്ന നമ്മൾ ഈ ഇതിനകത്ത് കാണുന്ന ഈ ചെറിയ വരകളൊന്നും കാണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ടേബിള് അതുപോലെ നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു 25 ആൾക്കാർക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു ടേബിൾ ആണെന്ന് വിചാരിച്ചു. ആ ടേബിൾ നമുക്ക് ഇൻ കേസ് ഇപ്പോ ഇതില്ലാതെ തന്നെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ടേബിളാണ്, നമുക്കിത് പ്രിന്റ് അടിച്ച് എഴുതി പൂരിപ്പിക്കേണ്ട രീതിയിലാണ് വേണ്ടത് എങ്കിൽ നമുക്ക് അതിന് വേണ്ട ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇത്രയും ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇത്രയും നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ ഇവിടെ ഈ കണ്ടില്ലേ, ഈ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക് ആക്കാൻ, ഇതൊക്കെ ഈ ഇത് മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ ഓൾ ബോർഡേഴ്സ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഒരു വര വരും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഇത് പ്രിന്റ് അടിച്ചു കഴിഞ്ഞാൽ, പ്രിന്റ് അടിക്കാൻ മീൻസ് നമ്മളൊരു പേപ്പറിലേക്ക് പ്രിന്റ് അടിച്ചു വരുമ്പോൾ ഈ വരകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനകത്ത് വരുന്ന വരകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് വരകൾ കുറച്ച് കട്ടി കൂടുതലുള്ള രീതിയിൽ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ ഓരോ ഇത് ഇപ്പൊ നമ്മൾ മറ്റേ സെലക്ഷനിൽ പറഞ്ഞതുപോലെ ഇതിന് വേറെ കളർ കൊടുക്കാനും അങ്ങനെ എല്ലാതും പറ്റും. ഓക്കെ, വേറെ ഓക്കെ കണ്ടില്ലേ. ഇപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇതാക്കി, ഇവിടെ നമ്മൾ ബോർഡേഴ്സ് അത് കൊടുത്തില്ല എന്ന് വിചാരിച്ചു, നോ ബോർഡേഴ്സ് എന്നുള്ളത് കൊടുത്തെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ നമ്മൾ ഫയലിൽ പോയി പ്രിന്റ് അടിച്ചു. ഇപ്പൊ നോക്കിയാ ഇതിനകത്തൊന്നും വരകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോ ഫില്ല് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കോട്ടോ, കൺട്രോൾ പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് പ്രിവ്യൂ കിട്ടും. കൺട്രോൾ പ്രിവ്യൂവിൽ ഇതിനകത്ത് ഒന്നും വരകളൊന്നുമില്ല. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഒരു ഇത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണ്ടേ. അതിനാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഇങ്ങനെ ഇത്തരം ടേബിൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ബോർഡേഴ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഇതൊരു ടേബിളായി മാറിയിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മളൊന്ന് പ്രിന്റ് പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അല്ലേ, ഇതാണ് ഇതിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി വേണമെങ്കിൽ ഇതിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട വ്യത്യസ്ത തരം ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലൈൻ സ്റ്റൈലൊക്കെ വേണമെങ്കിൽ വേണ്ട. ഒരു ഡോട്ടിലായിട്ടുള്ളത്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ളത്, കുറച്ച് കട്ടി കൂടിയ ഐറ്റംസ് ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ
ഇപ്പൊ ഇത്രയും സെലക്ട് ചെയ്തു. അപ്പൊ നമ്മള് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്ത് ബോർഡറിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പറയുന്നതാണ്. ഓക്കെ. അപ്പൊ എല്ലാവരും അവരവരുടെ വീട്ടിലെ അംഗങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ബാക്കിയുള്ള കാര്യങ്ങൾ